ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. റൊട്ടേഷൻ എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ വീഡിയോ. നമ്മളിപ്പോൾ ടോർക്ക് എന്താണെന്ന് പഠിച്ചു. ടോർക്ക് കൊടുത്താൽ വസ്തുക്കൾക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമെന്നും പഠിച്ചു. ഇനി നമ്മൾ രസകരമായ ഒരു ചെറിയ പരീക്ഷണം ചെയ്തിട്ട് ഒരു പുതിയ കാര്യം പഠിക്കാൻ പോവുകയാണ്. അതിന് മുന്നേ നമ്മൾ ധാരാളം ഫിസിക്സ് വീഡിയോസും കരിയർ വീഡിയോസും എൻട്രൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യുന്ന ഒരു ചാനലാണ്. ഫിസിക്സ് വീഡിയോസാണ് നമ്മളുടെ സ്ട്രെങ്ത്. അപ്പോൾ നിങ്ങൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫിസിക്സ് +1 +2 പഠിക്കുന്ന കുട്ടികൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. എന്നാൽ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. വളരെ രസകരമായ ഒരു ചെറിയ പരീക്ഷണം നമ്മൾ നടത്താൻ പോവുകയാണ്. നമ്മളൊരു സ്കെയില് ടേബിളിൽ വയ്ക്കുന്നു. നിങ്ങൾ ഉപയോഗിക്കുന്ന ആ സ്കെയില് അത് ടേബിളിൽ വെച്ചിട്ട് ഞാനിവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുകയാണ്. ഇവിടെ ഒരു പോയിൻ്റ്, ആ പോയിൻ്റ് വഴി ഇങ്ങനെ നിങ്ങൾ അങ്ങോട്ട് നിങ്ങളെ വിരൽ ഉപയോഗിച്ച് തള്ളു തന്നിരിക്കട്ടെ. അപ്പോൾ എന്താ സംഭവിക്കുക? യു വിൽ സീ ദി സ്കെയിൽ ടേണിങ്. കറക്റ്റ് നോ? എ കൈൻഡ് ഓഫ് റൊട്ടേഷൻ. ഇനി ഏത് പോയിന്റിൽ ടച്ച് ചെയ്താലും ഇതേപോലെ ഏത് പോയിന്റിൽ ടച്ച് ചെയ്ത് നിങ്ങൾ അതിനെ തള്ളിയാലും യു വിൽ സീ ദ സ്കെയിൽ റൊട്ടേറ്റിംഗ്. അത് പൂർണ്ണമായിട്ട് ശരിയല്ല. കാരണം എന്താണെന്നറിയോ? ദർ ഈസ് വൺ പർട്ടിക്കുലർ പോയിന്റ് വേർ ഇഫ് യു പുഷ് ഇറ്റ് വിൽ നോട്ട് റൊട്ടേറ്റ്. ക്യാൻ യു ഗസ് വേർ ദാറ്റ് പോയിന്റ് വിൽ ബി? യെസ്, ദാറ്റ് പോയിന്റ് ഈസ് എക്സാക്ട്ലി അറ്റ് ദ മിഡിൽ. ഇവിടെയുള്ള ഈ പോയിൻ്റ് വഴി നിങ്ങൾ അങ്ങോട്ട് തള്ളുകയാണെങ്കിൽ ദി സ്കെയിൽ വിൽ അണ്ടർഗോ എ ട്രാൻസ്ലേറ്ററി മോഷൻ. ഇറ്റ് വിൽ നോട്ട് റൊട്ടേറ്റ്. ആ പോയിൻ്റ് ഉണ്ടല്ലോ, ഈ പോയിൻ്റ് ഇപ്പം എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അസ്യൂംഡ് ഓർ യു ക്യാൻ അസ്യൂം ദാറ്റ് ദ ഹോൾ സ്കെയിൽ ഈസ് കോൺസെൻട്രേറ്റഡ് ദർ. മൊത്തം സ്കെയിലും ആ പോയിൻ്റ് ആയ പോലെയാണ്. കാരണം മൊത്തം സ്കെയിൽ ഒരേപോലെ നീങ്ങുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ കാര്യം? വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആ പോയിൻ്റ് ആ പോയിൻറ്റിന് ഒരു പ്രത്യേക പേര് വിളിക്കും. ആ പോയിൻറ്റിനെ നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്നാണ് വിളിക്കുക. എന്താണ് സെൻറ്റർ ഓഫ് മാസ്? അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തുവിൻ്റെ മൊത്തം മാസും ഒരു പോയിൻറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത പോലുള്ള ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻറ്റിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് വിളിക്കുക. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നും വിളിക്കും. പക്ഷേ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്പം വ്യത്യസ്തമായൊരു ടേമാണ്. പക്ഷേ നമ്മുടെ +2 ലെവലിൽ സെൻറ്റർ ഓഫ് മാസ് ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആർ ഐഡൻറ്റിക്കൽ. സോ സെൻറ്റർ ഓഫ് മാസിനെ കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഈ റൊട്ടേഷൻ എന്ന ചാപ്റ്ററിൽ സെൻറ്റർ ഓഫ് മാസിന് അത്ര വലിയ പ്രാധാന്യമൊന്നും ഇല്ല എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ ഈ ആശയം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ പഠിക്കുന്ന എല്ലാ ആശയങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാവണമെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് പ്രധാനപ്പെട്ടതാണ്. സെൻറ്റർ ഓഫ് മാസിനെ കുറിച്ച് ഒരു 7-8 കാര്യങ്ങൾ നമ്മളിന്ന് പഠിക്കും. വലിയ കാര്യങ്ങളൊന്നുമല്ല, കൊച്ചു കാര്യങ്ങളാണ്. നിങ്ങളുടെ നിരീക്ഷണത്തിൽ ഡെയിലി ഒബ്സർവേഷനിൽ വരുന്ന കാര്യങ്ങളാണ്. സോ ദ ഫസ്റ്റ് തിങ് അബൌട്ട് സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസിന് അങ്ങനെ ഒരു ഡെഫിനിഷനൊന്നും ഇല്ല നമുക്ക്, അല്ലെങ്കിൽ ഇതേ ഡെഫിനിഷനായിട്ട് വേണമെങ്കിൽ എടുക്കാം. സെൻറ്റർ ഓഫ് മാസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ദ പോയിൻറ്റ് വേർ ദ ഹോൾ മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. ഓക്കെ, ഇറ്റ് ഈസ് എ പോയിൻറ്റ് വേർ ദ ഹോൾ മാസ് ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ് ദർ. ദാറ്റ് ഈസ് എ ഫസ്റ്റ് തിങ്. ഇനി സെൻറ്റർ ഓഫ് മാസിനെ കുറിച്ചുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ ഒബ്സർവേഷനാണ്. ഇഫ് യു അപ്ലൈ എ ഫോഴ്സ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ് ദ ഒബ്ജക്റ്റ് കനോട്ട് റൊട്ടേറ്റ്. ഇറ്റ് ക്യാൻ ഓൺലി ട്രാൻസ്ലേറ്റ്. അതിന് ലീനിയർ മോഷൻ മാത്രമേ പോസിബിൾ ആകുകയുള്ളൂ. ഇതാണ് സെൻറ്റർ ഓഫ് മാസ്. CM എന്ന് നിങ്ങൾ ബുക്കുകളിലൊക്കെ കാണും. ക്യാപിറ്റൽ C ആൻഡ് ക്യാപിറ്റൽ M. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ പ്രത്യേകത എന്താണ്? രണ്ടാമത്തെ കാര്യമായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? ഇഫ് യു അപ്ലൈ ഫോഴ്സ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ് ദി ഒബ്ജക്റ്റ് ക്യാൻ ഓൺലി ട്രാൻസ്ലേറ്റ്. ദർ ഈസ് നോ റൊട്ടേഷൻ പോസിബിൾ. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ സ്കെയിലിനെ ഇങ്ങനെ ഒരു കയറിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് സസ്പെൻഡ് ചെയ്ത് നോക്കിയാൽ എന്താ സംഭവിക്കുക? അപ്പോൾ അത് ബാലൻസ് ചെയ്തിരിക്കും. സോ ഇഫ് യു സസ്പെൻഡ് ആൻ ഒബ്ജക്റ്റ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ് ദ ഒബ്ജക്റ്റ് വിൽ ബാലൻസ്. അതാണ് മൂന്നാമത്തെ കാര്യം. രസകരമായ സിമ്പിളായ ആശയങ്ങളാണ് അല്ലേ? ഒരു കോമൺ സെൻസിൽ നിങ്ങൾ ആശയങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫോർമുലയുണ്ട്. ആ ഫോർമുല നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നോക്കണേ, ആ ഫോർമുല നമ്മളൊരു കോമൺ സെൻസിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഫോർമുലയാണ്. നമ്മളത് നേരെ പഠിക്കാൻ പോവുകയാണ്.
സെൻറ്റർ ഓഫ് മാസിന് എക്സ് സെൻറ്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു എന്ന് വെച്ചാൽ എക്സ് കമ്പോണൻറ്റ് ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു m1x1 പ്ലസ് m2x2 പ്ലസ് എക്സെട്ര. എന്താ ഫോർമുല? നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് എക്സെട്ര എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്നറിയാം? നിങ്ങളൊരു ലീനിയറായ വസ്തു അത് സങ്കല്പിക്കുക. ഓക്കെ, ആ ലീനിയറായ വസ്തുവിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണം എങ്കിൽ നിങ്ങൾക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം. ലീനിയറായ വസ്തു എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ ഇപ്പം ഒരേ ലൈനിലുള്ള ഒരു വസ്തു എന്ന് വെച്ചാൽ ഒരു ഉദാഹരണം, നമ്മളൊരു നാട്ടുദാഹരണം പറയാം. പണ്ടൊക്കെ നമ്മൾ പറമ്പിൽ പോയിട്ട് ചക്കയൊക്കെ ഇടുന്ന സമയത്ത്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലേ, ചക്ക ഇടുന്ന സമയത്തുണ്ടല്ലോ, നമുക്കൊരു 4 ചക്ക കൊണ്ടുവരണം എന്നിരിക്കട്ടെ. 4 ചക്കയും കൂടി എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാമെന്നറിയോ? ഇങ്ങനെ ചെയ്യാം. ഒന്നാമത്തെ ചക്കേനെ ഇവിടെ വയ്ക്കുന്നു. എന്നിട്ട് നമ്മളൊരു കമ്പ് കൂർപ്പിക്കും. കമ്പ് കൂർപ്പിച്ചിട്ട് ഇങ്ങോട്ട് അടിച്ച് കയറ്റും ഇങ്ങനെ. ഓക്കെ, എന്നിട്ട് രണ്ടാമത്തെ ചക്കനെ അതിൽ പിടിപ്പിക്കും. എന്നിട്ട് നമുക്കിങ്ങനെ എടുത്തുകൊണ്ട് വരാം. ഇതേപോലെ 2 ആക്കിയ 4 ചക്ക 2 കയ്യിലും ഇങ്ങനെ പിടിച്ചിട്ട് എടുത്തുകൊണ്ട് വരാനായിട്ട് പറ്റും. ഈസി അല്ലേ? അപ്പോൾ ഈ 2 ജാക്ക് ഫ്രൂട്ട് സിസ്റ്റം ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് നമ്മൾ കണ്ടുപിടിക്കാന്നിരിക്കട്ടെ. നോക്കണേ, ജസ്റ്റ് ഇമാജിൻ ദിസ് ഈസ് 10 kg ജാക്ക് ഫ്രൂട്ട്. This is also a 10 kg jackfruit, and this stick that we pierced through, just imagine it's to be around say ഒരു 80 സെൻറ്റിമീറ്റർ ആണെന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് നമുക്ക് പെട്ടെന്ന് അസ്യൂം ചെയ്യാം. അതിൻ്റെ ഏതാണ്ട് സെൻറ്ററിലായിരിക്കും, ഇവിടെ ആയിരിക്കും അല്ലേ. ഇനി നമ്മളത് കണ്ടുപിടിക്കുന്ന രീതിയാണ് നോക്കുന്നത്. അത് ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഈ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കുകയാണ്. ഇപ്പോൾ ഇത് ഒരു ഡയമെൻഷനിലുള്ള അതായത് ഒരു ലീനിയറായ ഒബ്ജക്റ്റ് ആണെന്ന് സങ്കല്പിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എക്സ് എന്ന ഡയറക്ഷനിലേക്ക് മാത്രം നമ്മൾ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കോർഡിനേറ്റ് സിസ്റ്റം ഇമാജിൻ ചെയ്തു. ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്, ദിസ് എക്സ് ആക്സിസ്. ഇതിൽ എക്സ് ആക്സിസിലുള്ള ഒബ്ജക്റ്റാണ് ഇതെന്നാണ് നമ്മളുടെ സങ്കല്പം. ഇനി ഈ ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാം. ദിസ് ഈസ് ഈക്വൽ ടു, എൻ്റെ കൂടെ ചെയ്യണ എല്ലാവരും, ഇവിടെ ഇതൊരു മാസാണ്. സോ ദിസ് ഈസ് m1. ഓക്കെ, ദിസ് മാസ് ഈസ് m1 വിച്ച് ഈസ് 10 kg ആൻഡ് ദിസ് ഈസ് m2 വിച്ച് ഈസ് അനദർ 10 kg. ഓക്കെ, ഇനി നിങ്ങൾക്ക് കൂടുതൽ മാസുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഇവിടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം സങ്കല്പിച്ചു. m1 എന്ന മാസ് വി അസ്യൂം ദാറ്റ് മാസ് ഈസ് അറ്റ് ദ ഒറിജിൻ. ഓക്കെ, അതങ്ങനെ ഒറിജിനിൽ എടുത്താൽ പ്രശ്നം ഉണ്ടാകുന്നുള്ള കാര്യം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ ഒറിജിനിൽ എടുത്തു. എന്നിട്ട് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ ഇറ്റ് ഈസ് m1 എന്ന് പറയുന്നത് 10 kg ഇൻറ്റു x1 എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ്, അത് ഒറിജിനിലായിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. സോ ഇറ്റ് ഈസ് 0 പ്ലസ് m2 10 ആണ് ഇൻറ്റു ദാറ്റ് സെക്കൻഡ് മാസ് ഈസ് അറ്റ് 80 centimeter away from the origin. So it is 80 divided by 10 plus 10, that is 20. Okay, you just calculate that and tell me how much you are getting. Okay, this piece is 0. This is 800 divided by 20, that is 40 centimeters. Okay, 40 centimeters ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യം നടുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ 40 സെൻറ്റിമീറ്റേഴ്സിൽ കിട്ടി. അപ്പോൾ ഇവിടെയാണ് സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ നിങ്ങൾക്ക് അത് എടുത്തുകൊണ്ട് വരണമെങ്കിൽ അതാ ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾ ഈ വസ്തുവിനെ, ഈ 2 ജാക്ക് ഫ്രൂട്ട് സിസ്റ്റത്തെ എടുത്തുകൊണ്ട് വരുമ്പം ഇവിടെ വേണം നിങ്ങൾ പിടിക്കാൻ. ഇവിടെ പിടിക്കണം, അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? സപ്പോസ് യു ആർ ഹോൾഡിങ് അറ്റ് ദിസ് പോയിൻറ്റ്, വാട്ട് ഹാപ്പൻസ്? ദിസ് ഗോസ് ഡൗൺ, ദിസ് ഗോസ് അപ്പ്, റൊട്ടേഷൻ പ്രൊഡ്യൂസ്ഡ്. Okay, so you must apply force through the center of mass of the system, or you are actually suspending. Means you should suspend through the center of mass. അപ്പോൾ ഈ സെൻറ്റർ ഓഫ് മാസ് വഴി നിങ്ങൾ സസ്പെൻഡ് ചെയ്തിട്ട് അതിനെ എടുക്കുക. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി അടുത്ത കാര്യം, ഈ മാസ് 10 കിലോയ്ക്ക് പകരം കുറച്ചുകൂടെ വലുതാന്നിരിക്കട്ടെ. ഓക്കെ, വി ഇമാജിൻ എ ന്യൂ സിസ്റ്റം. നിങ്ങൾ പുതിയ ചിത്രം വരയ്ക്കണേ. ഇതൊരു 20 kg ആണെന്ന് സങ്കല്പിക്കുക. ഞാൻ വലുതാക്കി വരയ്ക്കുന്നില്ല തൽക്കാലം.
അല്ല വലുതാക്കി വരയ്ക്കാം അല്ലേ? കുറച്ചുകൂടെ വലിയ ചക്കയാണ്. ഓക്കെ, 20 kg ആണെന്നിരിക്കട്ടെ. അപ്പോൾ എന്ത് മാറ്റം ഉണ്ടാവുക? പുതിയ കാൽക്കുലേഷൻ നടത്തണേ നിങ്ങൾ. ഞാൻ ഈ കാൽക്കുലേഷൻ തന്നെ തുടരുകയാണ്. അപ്പം ഇവിടെ 10, ഇത് ഇൻസ്റ്റെഡ് ഓഫ് 10 യു വിൽ ഗെറ്റ് 20 ഹിയർ. ഓക്കെ, ആൻഡ് യു റിമെമ്പർ യു ഹാവ് ടു മേക്ക് ചേഞ്ചസ് അറ്റ് 2 points. Here the mass has changed and definitely the sum of the masses m1 plus m2 is now 30. You find it out. How much you are getting? It is 53.3. So it's almost 53 centimeters. Okay, now it is 53. Means this was 40. It is somewhere here. Okay, ഇവിടെ ഒരു പൊസിഷനിലാണ് സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ശ്രദ്ധിക്കണേ. ഇനി നിങ്ങൾ ഈ 2 ജാക്ക് ഫ്രൂട്ട് സിസ്റ്റത്തെ എടുക്കുന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ഹോൾഡ് യുവർ ഹാൻഡ് 53 centimeters from this point. This is 53 centimeters. 53 centimeters മാറി ഇവിടെ പിടിക്കണം. നമ്മൾ അളന്നാണോ സാധാരണ പിടിക്കാറ്? അല്ല. ഇങ്ങനെ ഒരു സാധനം 2 വസ്തുക്കൾ ഇങ്ങനെ വെച്ചിട്ട് എടുക്കുന്ന ഏതെങ്കിലും സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. You will hold at some random point. Okay, then you try to lift that. Then you will see that turns. Okay, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? Usually we adjust our hand. And what is that we are adjusting for? We adjust our hand and we are looking for the center of mass. Correct, no? നിങ്ങളൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ കൈ മാറ്റി പിടിക്കും. കൈ ഇങ്ങനെ മാറ്റി മെല്ലെ 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 നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യും. Slowly what you are doing is you are reaching for the center of mass. അങ്ങനെ കൃത്യ സെൻറ്റർ ഓഫ് മാസിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ആശയം മനസ്സിലായോ? അല്ലേ? നിങ്ങൾ എന്ത് വസ്തുവിനെ തലച്ചുമടായിട്ടൊരു വസ്തുവിനെ കൊണ്ടുപോകാന്നിരിക്കട്ടെ, ഓക്കെ, ഇതേപോലത്തെ എന്തെങ്കിലും ഒരു വസ്തുവിനെ കൃത്യം സിമെട്രിക് ആയ വസ്തുവാണെങ്കിൽ സെൻറ്ററിലാണെന്ന് നമുക്കറിയാം. സിമെട്രിക് അല്ലെങ്കിലോ, ഇത് നോക്കിക്കേ, സിമെട്രിക് അല്ലെങ്കിൽ ഹെവി എൻഡിനോട് അടുത്തായിരിക്കും സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവുക. അത് സെൻറ്റർ ഓഫ് മാസിനെ സംബന്ധിച്ച 5ാമത്തെ കാര്യമാണ്. For an asymmetric object, center of mass is towards the heavy end of the object. ഒരിക്കൽ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. ഓക്കെ, നമുക്കറിയാം ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് ഇവിടെയായിരിക്കും. എന്നാൽ ആ ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണെങ്കിലോ സെൻറ്റർ ഓഫ് മാസ് കൃത്യമായിട്ട് ആ ഭാഗത്തായിരിക്കുമോ? ആയിരിക്കില്ല. സെൻറ്റർ ഓഫ് മാസ് ഈസ് സംവെയർ ഓൺ ദി ഹെവി എൻഡ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഒരു അൺസിമെട്രിക് ആയ ഒബ്ജക്റ്റിൽ അങ്ങനെയാണ്. അപ്പം നമ്മൾ ഒരു അൺസിമെട്രിക് ആയ ഒരു വലിയ പോൾ അല്ലെങ്കിൽ വലിയ തടിയുടെ കഷ്ണമൊക്കെ തലയിൽ എടുത്ത് വയ്ക്കുന്ന സമയത്ത് നമ്മൾ തലയിൽ വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ആക്ച്വലി യു ആർ ലുക്കിംഗ് ഫോർ ദി സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, ഇനി സെൻറ്റർ ഓഫ് മാസിനെ കുറിച്ചുള്ള രസകരമായൊരു കാര്യം എന്താണെന്നറിയോ? നമ്മളിപ്പോൾ പറഞ്ഞ സമയത്തെല്ലാം ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിലാണ് അല്ലെങ്കിൽ ആ സംവിധാനത്തിൻ്റെ ഉള്ളിലാണ് സെൻറ്റർ ഓഫ് മാസ് ഉള്ളത് ഇവിടെയൊക്കെ. ഇനി നിങ്ങൾ ഒരു സെൻറ്റർ ഓഫ് മാസ് എപ്പോഴും സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഉദാഹരണത്തിന് ഇഫ് യു ടേക്ക് എ റിങ്, ഇങ്ങനെ ഒരു റിങ് എടുക്കാമെന്നിരിക്കട്ടെ. റിങ് എടുക്കുമ്പോൾ നമ്മളിതിനെ സസ്പെൻഡ് ചെയ്യണേ നമുക്കറിയാം. ഇങ്ങനെ ഒരു കയറ് കിട്ടും, ഇവിടുന്ന് ഒരു കയറ് കിട്ടും, ഇവിടുന്ന് ഒരു കയറ് കിട്ടും, അല്ലേ? എന്നിട്ട് ഈ കയറിൻ്റെ എല്ലാം കൂടെ കെട്ട് കൃത്യം സെൻറ്ററിൽ വരണം. ഇവിടുന്ന് നിങ്ങളിങ്ങനെ ഒരു കയറ് കെട്ടിയാലാണ് അത് സസ്പെൻഡഡ് ആകാൻ പറ്റുള്ളൂ, ബാലൻസ് ചെയ്ത് നിൽക്കുള്ളൂ. എന്ന് വെച്ചാൽ ഇവിടെയാണ് സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിനെ കുറിച്ചുള്ള അടുത്ത കാര്യമാണ് നമ്മൾ പറയുന്നത്. സെൻറ്റർ ഓഫ് മാസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് നീഡ് നോട്ട് ബി ഇൻസൈഡ് ദ സെൻറ്റർ ഓഫ് ദ ഒബ്ജക്റ്റ് ഓൾവേസ്. എ ക്ലാസിക് എക്സാമ്പിൾ ഈസ് എ റിങ്. എനി അതർ, ഉദാഹരണത്തിന് ഇങ്ങനെ നിങ്ങൾക്ക് 3 സംവിധാനങ്ങളുള്ള എന്തും അല്ല 4, 5 പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അല്ലെ മാസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഈ രീതിയിൽ സെൻറ്റർ ഓഫ് മാസ് പുറത്തേക്ക് വരികയും ചെയ്യും. ഇനി നമുക്കൊരു കാര്യമുണ്ടല്ലോ, ഈ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. ഈ സെൻറ്റർ ഓഫ് മാസ് ഇപ്പോൾ ഇവിടെ എടുക്കുന്ന സമയത്ത് ഈ സ്കെയിലിൻ്റെ കേസ് ഞാൻ ഒരിക്കൽ കൂടെ വരയ്ക്കില്ല. ഇപ്പോൾ ഇതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിലെ ഒരു ഫോഴ്സ് കൊടുക്കുകയെന്നിരിക്കട്ടെ. യു ആർ അപ്ലൈയിങ് എ ഫോഴ്സ് ലൈക്ക് ദിസ്. ദെൻ യു അണ്ടർസ്റ്റാൻഡ് ദിസ്. ഈസ് ദിസ് ദ സെൻറ്റർ ഓഫ് മാസ്? നോ. സെൻറ്റർ ഓഫ് മാസ് ഈസ് സംവെയർ ഇൻ ദിസ് ലൈൻ. ഓക്കെ, മനസ്സിലായോ? ഇനി അപ്പോൾ ഈ ലൈനിലാണ്. അപ്പോൾ കൃത്യമായിട്ട് സെൻറ്റർ ഓഫ് മാസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നോക്കണം ഇങ്ങനെ. അപ്പോൾ ഈ ഡസ്റ്ററിൻ്റെ സെൻറ്റർ ഓഫ് മാസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴി എന്താ? ഇങ്ങനെ സസ്പെൻഡ് ചെയ്യുക. ഓക്കെ,
ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ ഈ പോയിന്റിൽ ഞാൻ ഈ തൊടുന്ന ഈ പോയിൻ്റാണോ എൻ്റെ സെൻറ്റർ ഓഫ് മാസ്? അല്ല, എൻ്റെ വിരൽ നിൽക്കുന്ന ആ സ്ട്രെയിറ്റ് ലൈനിൽ എവിടെയോ ആണ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ നിങ്ങൾക്കൊരു ലൈൻ കിട്ടി, ഒരു ലൈൻ ലൊക്കേറ്റ് ചെയ്തു. യു ഗോട്ട് എ ലൈൻ വിത്ത് ദ സെൻറ്റർ ഓഫ് മാസ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടുന്നും കൂടെ സസ്പെൻഡ് ചെയ്യും ഇതേപോലെ. അപ്പം ഇവിടുന്ന് വരച്ച ലൈനും കൂടെ കൂട്ടിമുട്ടുന്ന ഒരു പോയിൻ്റ് ഉണ്ടല്ലോ. സി ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ദിസ്. ഇവിടുന്നും കൂടെ സസ്പെൻഡ് ചെയ്യുക. അപ്പം ഇങ്ങനെ, ഇതാണ് സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ സെൻറ്റർ ഓഫ് മാസിനെ നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാം. ആ വാക്ക് നിങ്ങൾ പഠിക്കുക, സെൻറ്റർ ഓഫ് മാസ് ഓർ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പഠിക്കുക. അതാണ് നമ്മളെ സംബന്ധിച്ച് ഇപ്പം പ്രധാനപ്പെട്ട കാര്യം. ഇനി നിങ്ങളൊരു 4 പാർട്ടിക്കിൾസ് ഉള്ള ഒരു സംവിധാനം സങ്കല്പിക്കുക. ഓക്കെ, ഉദാഹരണത്തിന് ഒരു മാസ് ഇവിടെ, സെക്കൻഡ് മാസ് ഇവിടെ, തേർഡ് മാസ് ഇവിടെ, ഫോർത്ത് മാസ് ഇവിടെ. ഞാൻ പറയാൻ മറന്നുപോയി, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം 2020 എൻട്രൻസ്, എൻജിനീയറിംഗ് എൻട്രൻസിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ചോദ്യം ഇങ്ങനെയാണ്, ഞാൻ വിശദീകരിക്കാം. ഇത് 1 കിലോ. ഓക്കെ, ദിസ് ഈസ് 1 kg, ദിസ് ഈസ് 2 kg, അഗെയിൻ ദിസ് ഈസ് 1 kg എങ്കിൽ ഇതൊരു സ്ക്വയറിൻ്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു സ്ക്വയറിൻ്റെ 4 കോർണേഴ്സിലാണ് ഈ മാസ് വെച്ചിരിക്കുന്നത്. എങ്കിൽ ഇവിടെ ഏത് മാസ് കൊടുത്താലാണ് കൃത്യം ഇതിൻ്റെ സെൻറ്റർ, ആ സ്ക്വയറിൻ്റെ സെൻറ്ററിൽ സെൻറ്റർ ഓഫ് മാസ് വരിക എന്നൊരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നിങ്ങൾ ഇത് ഒറിജിനായിട്ട് എടുക്കുന്നു, ഇങ്ങനെ എടുക്കാം. നിങ്ങൾക്ക് എക്സ് കോർഡിനേറ്റും ഉണ്ടാകും, വൈ കോർഡിനേറ്റും ഉണ്ടാകും. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇങ്ങോട്ടുള്ള എക്സ് കോർഡിനേറ്റ് നിങ്ങൾക്ക് നേരത്തെ ഫോർമുല വെച്ച് കണ്ടുപിടിക്കാം. ഇനി വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടോ യു ക്യാൻ റൈറ്റ് എ സിമിലർ ഫോർമുല. യു ട്രൈ റൈറ്റിംഗ് ദാറ്റ് ഫോർമുല. YCM is equal to M1 Y1 plus M2 Y2 plus etc. divided by M1 plus M2 plus etc. ഇവിടെ നിങ്ങൾക്ക് how many masses are there? 4 masses are there. നിങ്ങൾക്ക് ഫോർമുലയിലേക്ക് കൊടുത്ത് കണ്ടുപിടിക്കാം. പക്ഷേ എൻട്രൻസ് പരീക്ഷയിൽ പ്രത്യേകിച്ചും നമുക്ക് ഫോർമുല ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മുടെ ഒരു സെൻസിൽ ഇത് കിട്ടുമെന്ന് നോക്കണം. ഈ സംവിധാനത്തെ ഈ പോയിന്റിൽ വെച്ച് ബാലൻസ് ചെയ്യണം എങ്കിൽ ഈ മാസ് എത്രയായിരിക്കണമെന്ന് പെട്ടെന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും അല്ലേ. ഇത് 1 കിലോ ആണ്, ഇത് 2 കിലോ ആണ്, ദിസ് ഈസ് അഗെയിൻ 1 kg. ആൻഡ് ഹൗ മെനി kgs മസ്റ്റ് ബി ഹിയർ? യു ജസ്റ്റ് ഗസ് ആൻഡ് ടെൽ മീ ഹൗ മെനി kgs ഷുഡ് ബി ദർ? 2 kgs. ഇതാണ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം, 2 kg. ഓക്കെ, നിങ്ങൾ രസകരമായൊരു കാര്യം എന്താണെന്നറിയോ? വളരെ പ്രശസ്തമായ ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൻ്റെ യൂട്യൂബ് വീഡിയോയിൽ കഴിഞ്ഞ വർഷത്തെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത സമയത്ത് ഇതേപോലെ ഫോർമുല വെച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അങ്ങനെയല്ല, ആശയങ്ങളാണ് നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടത്. ആശയങ്ങളുടെ എക്സ്റ്റൻഷൻസ് ആയിട്ട് മാത്രമേ ഫോർമുലകൾ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അപ്പം സെൻറ്റർ ഓഫ് മാസിന് എക്സ് കോർഡിനേറ്റും ഉണ്ടാകും, വൈ കോർഡിനേറ്റും ഉണ്ടാകും. ഇനി സെൻറ്റർ ഓഫ് മാസിനെ സംബന്ധിച്ച അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നമ്മൾ എന്തിനാണ് ഈ ഒരു മാസിനെ ഒറിജിനലായിട്ട് സങ്കല്പിക്കുന്നത്? ഇങ്ങനെ ഇവിടെ ഒറിജിൻ എടുക്കുന്നതിന് പകരം ഇവിടെ ഒറിജിൻ എടുത്താൽ ശരിയാകുമോ? ഒരു ഉദാഹരണത്തിന് ഒരു 20 സെൻറ്റിമീറ്റർ ഇപ്പുറത്തേക്ക് മാറിയാണ് നമ്മൾ ഒറിജിൻ എടുക്കുന്നതെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഈ കാൽക്കുലേഷനിൽ വ്യത്യാസം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഈ സംവിധാനത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ 2 ചക്ക ഉണ്ടാക്കിയിട്ടുള്ള ആ സംവിധാനം ഇല്ലേ, അതിൽ നിങ്ങൾ ഒരു 20 സെൻറ്റിമീറ്റർ ഇപ്പുറത്തേക്ക് മാറിയിട്ട് ഒറിജിൻ സങ്കല്പിച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, യു വിൽ ഗെറ്റ് ദ സെൻറ്റർ ഓഫ് മാസ് എക്സാക്ട്ലി അറ്റ് ദ സെയിം പോയിൻറ്റ്. ഓക്കെ, ചക്കയ്ക്ക് അറിയില്ലല്ലോ നിങ്ങൾ ഒറിജിൻ മാറ്റിയ കാര്യം, അങ്ങനെയും വേണമെങ്കിൽ പറയാം. എന്താണെങ്കിലും സെൻറ്റർ ഓഫ് മാസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി കോർഡിനേറ്റ് സിസ്റ്റം യു ആർ അസ്യൂമിങ്. അത് അടുത്തൊരു കാര്യമാണ് സെൻറ്റർ ഓഫ് മാസിനെ സംബന്ധിച്ച്. ഇനി സെൻറ്റർ ഓഫ് മാസിനെ സംബന്ധിച്ച 8ാമത്തെ കാര്യം നമ്മൾ പറയാൻ പോകുന്നു. ഇത് രസകരമാണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു എക്സാമ്പിൾ സങ്കല്പിക്കുക. യു ജസ്റ്റ് തിങ്ക് ഓഫ് എ ക്രാക്കർ. പടക്കമില്ലേ, പടക്കം. ആ പടക്കം നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് എറിയാന്നിരിക്കട്ടെ. ഓക്കെ, ഞാൻ പടക്കത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്, അതുകൊണ്ട് എറിയുന്നയാളെ ഒന്നും ഞാൻ കാണുന്നില്ല. പടക്കം ഇവിടുന്ന് നമ്മളുടെ പ്രൊജക്റ്റൈൽ മോഷൻ പോലെ തന്നെ പടക്കം ഇവിടുന്ന് എറിഞ്ഞു, ഇങ്ങനെ വരച്ചു, പടക്കം ഇവിടെ വന്ന് വീഴുന്നു എന്ന് സങ്കല്പിക്കുക. ദ സെയിം പരാബോളിക് പാത്ത് ഓഫ് ദി പ്രൊജക്റ്റൈൽ. അല്ല, എന്താണ് ഈ ലൈന് വരച്ചിരിക്കുന്നത്? നമ്മൾ
This line actually gives you the path of the center of mass. ഓക്കെ, ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ പാത്താണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്നറിയാം, ഇവിടെ ഗ്രാവിറ്റിയിലാണ് ഇത് പോകുന്നത്. അപ്പോൾ ഈ ഗ്രാവിറ്റിയിൽ ഈ ഒബ്ജക്റ്റ് പോകുന്ന പാത്താണ് കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഗ്രാവിറ്റി ഈസ് ദ ഓൺലി എക്സ്റ്റേണൽ ഫോഴ്സ് ഹിയർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആശയത്തിലെത്താം. ഓക്കെ, മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ സംബന്ധിച്ചുള്ള സെൻറ്റർ ഓഫ് മാസിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ്, you can imagine the all external forces are acting on the center of mass, or object will move as if all the external forces are acting on the center of mass. അതാണ് മൂവ് ചെയ്യുന്നതിനെ സംബന്ധിച്ച ഒരു കാര്യം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്നറിയോ, അത് അടുത്ത രസകരമായ കാര്യം. നിങ്ങൾ ഇവിടെ ഈ ക്രാക്കർ എത്തിയപ്പം പൊട്ടുകയാണെന്ന് സങ്കല്പിക്കുക. 2 തുല്യ മാസുള്ള കഷ്ണങ്ങളായിട്ട് പൊട്ടിന്നിരിക്കട്ടെ, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടൊരു എക്സ്പ്ലോഷൻ. ഓക്കെ, 2 ഈക്വൽ പീസസ് ആയിട്ട് പൊട്ടി എങ്കിൽ ആ 2 കഷ്ണത്തിനും ഞാൻ ചോദിക്കുന്ന കേൾക്കണേ നിങ്ങൾ, അതിൽ ഒരു കഷ്ണം ഇങ്ങോട്ട് വന്ന് എങ്കിൽ അടുത്ത കഷ്ണം എങ്ങോട്ട് പോകണം? അടുത്ത കഷ്ണം മേലോട്ട് പോകണം. സോ ദാറ്റ് ദ സെൻറ്റർ ഓഫ് മാസ് ഈസ് ഹിയർ അഗെയിൻ. കാരണം ദ എക്സ്പ്ലോഷൻ ഈസ് ഡ്യൂ ടു ആൻ ഇൻറ്റേർണൽ ഫോഴ്സ്. ഓക്കെ, ഇൻറ്റേർണൽ ഫോഴ്സസ് cannot affect the movement of the center of mass. ഓക്കെ, അപ്പോൾ ഒരു 1000 പീസസ് ആയിട്ട് ഇത് പൊട്ടിക്കഴിഞ്ഞാലും എങ്ങനെയായിരിക്കും അതിൻ്റെ പോക്കുണ്ടാവുക? എല്ലാ പീസുകളും ഇങ്ങനെ ഇങ്ങോട്ട് പോകും, എല്ലാം ഇങ്ങനെ ഇങ്ങോട്ടായിരിക്കും പോവുക. സോ ദാറ്റ് ദ സെൻറ്റർ ഓഫ് മാസ് ഈസ് ദിസ് അഗെയിൻ. ദ മോഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ഓൾ ദ ഡെബ്രീസ്, ആ കഷ്ണങ്ങളുടെ എല്ലാത്തിൻ്റെയും കൂടെ സെൻറ്റർ ഓഫ് മാസ് വീണ്ടും ഇങ്ങനെ ആകുന്ന രീതിയിൽ മാത്രമേ അതിന് പൊട്ടാൻ പറ്റൂ. ആശയം മനസ്സിലായോ? ഇനി നിങ്ങൾ ഇങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ, ഒരു പടക്കത്തിനെ, ക്രാക്കറിനെ നിങ്ങളിങ്ങനെ കെട്ടിത്തൂക്കിന്നിരിക്കട്ടെ, എന്നിട്ട് പൊട്ടിക്കുക. എന്നിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ എല്ലാ കഷ്ണവും കൂടെ ഒരു സൈഡിലേക്ക് പോവുമോ? ഇല്ല. എല്ലാ കഷ്ണം എങ്ങനെയായിരിക്കും പോവുക? പൊട്ടുന്നതിന് മുന്നേ ഉള്ള അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇവിടെയാണ്. അപ്പോൾ പൊട്ടിക്കഴിഞ്ഞാലോ, പൊട്ടുന്ന സമയത്ത് എല്ലാ ഭാഗത്തേക്കും ചെതറും. സോ ദാറ്റ് ദിസ് പോയിൻ്റ് ഈസ് അഗെയിൻ ദ സെൻറ്റർ ഓഫ് മാസ്. അതാ പൊട്ടുന്ന ഒരു സെക്കൻഡ് സമയത്തേക്ക് മാത്രമേ ഉള്ളൂ. പൊട്ടിക്കഴിഞ്ഞാലോ പിന്നെ എക്സ്റ്റേണൽ ഫോഴ്സ് വന്നു, ഗ്രാവിറ്റി ഉണ്ട്. അതുകൊണ്ട് പിന്നെ ആ ഗ്രാവിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും പോകും. ഇൻറ്റേർണൽ ഫോഴ്സസിന് സെൻറ്റർ ഓഫ് മാസിനെ മൂവ് ചെയ്യിക്കാനോ സെൻറ്റർ ഓഫ് മാസിൻ്റെ മൂവ്മെൻറ്റിനെ മാറ്റാനോ ഒന്നും കഴിയില്ല. അതിനാർക്ക് മാത്രമേ കഴിയുള്ളൂ? എക്സ്റ്റേണൽ ഫോഴ്സസിന് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ ഈ റൊട്ടേഷൻ എന്ന ചാപ്റ്ററിലെ ടോർക്ക് കഴിഞ്ഞ അടുത്ത ഒരു കൺസെപ്റ്റാണ് നമ്മൾ പഠിച്ചത്. എന്താണ്? സെൻറ്റർ ഓഫ് മാസ്. അത് വലിയ ഡെഫിനിഷൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു മാറ്റം ഇപ്പോൾ ഉണ്ടാവണം. വസ്തുക്കളുടെ മാസ് ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്, അല്ലെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോലെയാണ് ആ വസ്തുക്കൾ ബിഹേവ് ചെയ്യുക. രണ്ടാമത്തേത്, നിങ്ങൾ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ ഒരു വസ്തുവിനെ പുഷ് ചെയ്താൽ ആ വസ്തു റൊട്ടേറ്റ് ചെയ്യില്ല. അത് നമുക്ക് റൊട്ടേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരാശയമാണ്. ഇനി റൊട്ടേഷൻ്റെ അടുത്തൊരാശയം നമ്മൾ അടുത്ത വീഡിയോയിൽ വിശദീകരിക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വെറൈറ്റി ഈ ചാപ്റ്ററിൽ തോന്നിയോ, എന്തെങ്കിലും എക്സ്ട്രാ ബുദ്ധിമുട്ടുകൾ തോന്നിയോ ഈ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത്? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമ്മളുടെ അടുത്ത ക്ലാസ്സുകളിൽ ആ കാര്യങ്ങൾ കൂടെ പരിഹരിച്ച് നമ്മൾ പോകും. കാരണം റൊട്ടേഷൻ എന്ന് പറയുന്ന കാര്യം ആണ് ഏറ്റവും രസകരമായ ചാപ്റ്റർ എന്നാണ് ഞാൻ കരുതുക. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ബുദ്ധിമുട്ടായ ചാപ്റ്ററാണെന്ന് കുട്ടികൾ ഒരിക്കലും പരാതി പറയരുതെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാരോടും പറയണം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഉടനെ കാണാം. താങ്ക് യു.